കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിലും മണ്ണിട്ടു. അതായത് നമ്മുടെ ഈ സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണ്? സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിൽ. കാരണം മുട്ടയ്ക്കും പാലിനും പച്ചക്കറി സാധനങ്ങൾക്കും അരിക്കും എന്തെന്ന് വേണ്ട ഗ്യാസിനും എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വില. സ്കൂളുകൾക്ക് ആവശ്യമായ ഫണ്ട് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഇപ്പോൾ നൽകുന്നില്ല. അതായത് LDF സർക്കാരിന്റെ ഭരണകാലത്ത് കുട്ടികൾക്കായി പോഷകാരോഗ്യ പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ പാലും മുട്ടയും വിതരണം ചെയ്യുക. അതുമാതിരി ഉച്ചഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി പോഷകാഹാര പദ്ധതി തുടങ്ങി വെച്ച് തന്നെ LDF സർക്കാരാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാരിന്, അതായത് UDF സർക്കാർ, മേനോൻ സർക്കാരിന് ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും നേരമില്ല. സ്കൂളുകൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കാനോ ഒന്നും നേരം കാണുന്നില്ല. അപ്പം എങ്ങോട്ടാണ് ഈ ഭരണം പോകുന്നത്? ആര് തൃപ്തിപ്പെടുത്താനാണ് ഈ ഭരണം നടത്തുന്നത്? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇളയ ദളപതി വിജയ് നടത്തുന്ന സ്കൂളുകൾക്ക് അവിടെ കൊടുക്കുന്ന മെനു എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ ചിക്കൻ ബിരിയാണി കൊടുക്കണമെന്നാണ് തമിഴ്നാട്ടിലെ വിജയ് സാർ അവിടെ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ ബിരിയാണി കൊടുക്കണമെന്നും അത് ഒരു ദിവസം മാത്രം കൊടുത്തുകൊണ്ടിരുന്ന, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കൊടുത്തുകൊണ്ടിരുന്നതാണ് മുട്ട അവിടെ 5 ദിവസം കൊടുക്കണമെന്നും അവിടുത്തെ മെനുവിലാകെ ചേഞ്ച് വരുത്തിയിരിക്കുന്നു. ആഴ്ച 2 ദിവസം ബിരിയാണി, മുട്ട, പാല്, അതുമാത്രമല്ല ഇനി ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെയുള്ള പല വിഭവങ്ങളും കൊടുക്കാൻ തമിഴ്നാട് സർക്കാരായ നമ്മുടെ ഇളയ ദളപതി വിജയ്ക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന മെനു വെട്ടിക്കുറയ്ക്കുന്നു? ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന പറഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടിയത് കൊണ്ട് ആ മെനുവിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു കറിയോ എന്ന് കൊടുത്തുകൊണ്ടിരുന്ന അതിൽ നിന്ന് എന്ത് വെട്ടിക്കുറയ്ക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്? ഈ ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം നടത്തുന്നത്? കുട്ടികളുടെ പോഷകാഹാരങ്ങൾ LDF സർക്കാർ നടത്തലാക്കി ഈ പോഷകാഹാര പദ്ധതി നിർത്തലാക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഈ പോക്ക് കാണുന്നത്. കാരണം സ്കൂളുകളിൽ അധ്യാപകർ തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ അധികൃതർ തന്നെ പറയുന്നു, എല്ലാ സാധനങ്ങൾക്കും വില കൂടിയത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്താണ് കുട്ടികൾക്ക് ഈ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നതിന്. അതായത് സംതൃപ്തിയുള്ള ഭക്ഷണം ഇപ്പോൾ ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ എത്ര കാശ് ഞങ്ങൾ കയ്യിൽ നിന്ന് എടുക്കും? എത്ര കാലം ഞങ്ങൾ ചെയ്യും? അവർക്ക് പൈസകൾ എടുത്ത് കൊടുത്തും ചെയ്തും ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് മതിയായി. അത്രയും അധ്യാപകർ, നല്ല മനസ്സുള്ള അധ്യാപകരും അതുപോലെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത്. സർക്കാർ, കേരള സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ അവരുടെ വിഹിതം പഴയ വിഹിതം തന്നെയേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് ഒന്നും ആകുന്നില്ല. എങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ, കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കാതെ ഈ സർക്കാരിന് ഇതൊന്നും നോക്കാൻ നേരമില്ലാതെ ആരെ രക്ഷിക്കാനാണ്? ആർക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത്? ഈ ഭരണത്തിൻ്റെ പോക്ക് കാണുമ്പോൾ ജനങ്ങൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ടവർക്കോ ഒരു ഗുണവും കാണാത്ത പോലെയാണല്ലോ. ഇതുകൊണ്ട് ഒരു ഗുണവും ഇവിടെ കാണുന്നില്ലല്ലോ. ആർക്ക് വേണ്ടിയിട്ടുള്ള ഭരണങ്ങളാണ് ഇവിടെ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഭരണപ്പാച്ചൽ ഓടുന്നത് പോലെയാണ് ഈ ഭരണത്തിൽ കാണുന്നത്. ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരണം. കാരണം ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലൊന്നും ക്രമക്കേട് കാട്ടാതെ അതിൽ മണ്ണിട്ട് കൈകിട്ട് വാരാതെ, മുമ്പ് ഒരിക്കൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കൽ അംഗൻവാടികളിൽ ബിരിയാണി കൊടുത്തിരുന്നു. അത് ഇപ്പോൾ പുതിയ ഭരണം വന്നപ്പോൾ അത് ആ ബിരിയാണി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് കൊടുക്കാൻ നിർവാഹമില്ല. ഒരു മാസത്തിൽ ഒരു ബിരിയാണി കൊടുക്കുന്നത് ഇപ്പോൾ നിർവാഹമില്ല പറഞ്ഞ് അത് മുടക്കിയിരിക്കുന്നു. ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മേഡം അതിപ്പോൾ ബിരിയാണി ഇല്ലാതാക്കി. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സത്യത്തിൽ ഈ ഭരണം നടത്തുന്നത്? ജനങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇപ്പോൾ അത് ഉച്ചക്കഞ്ഞിയിലും കൈകിട്ട് വരാൻ നോക്കുന്നു. അവർക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ കൊടുക്കണം, അവർക്ക് കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കണം. ഇനിയിപ്പോൾ ഈ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരു കാര്യങ്ങളും അറിയാതെ ചില കൊങ്ങികൾ വന്ന് കമന്റ് ഇടും. LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പണമൊക്കെ മുടിച്ചു, ഇപ്പോൾ പണമൊന്നുമില്ല, അതുകൊണ്ടാണ്. ആ മറ്റു ഭരിക്കുന്നവരെ കുറ്റം പറയാതെ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് അത് നടപ്പിലാക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത്. അതാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയുടെ കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ കൊങ്ങികൾ വന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തമായി തന്നെയാണ്. താഴ്ത്തിക്കെട്ടാനോ അപമാനിക്കാനോ വേണ്ടിയല്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിൽ കൈയിട്ട് വാരരുത്. അതായത് പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാതെ ഭരണം നടത്തുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ കൈയിട്ട് വാരരുത്, അത് മെനു കുറയ്ക്കരുത്. അതായത് സാമ്പാറും ചോറും ഒരു ഉപ്പേരിയും കൂട്ടുകാരും കൊടുത്തിരുന്നത് അതിന് വേണ്ട വെച്ച് അതിൽ നിന്നും കമ്മിയാക്കി. എന്താ കമ്മിയാക്കാനുള്ളത്? പഴയ മെനുവിലേക്ക് പോകുന്നു. എന്താ പഴയ മെനു? കഞ്ഞിയും പയറോ? കൊടുക്കുന്നത് കൃത്യമായി തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ അധ്യാപകർ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർക്ക് അത് കൊടുക്കാൻ കഴിയില്ലെങ്കിലും അവരത് തുടർന്ന് കൊണ്ടുപോകും. അധ്യാപകർ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടും ജനങ്ങളുടെ നിന്നൊക്കെ പിരിച്ചിട്ടും അവരത് തുടർന്ന് കൊണ്ടുപോകും. എങ്കിലും കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഇതിലൊരു ഉത്തരവാദിത്തം എടുക്കാൻ കഴിയാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു സമീപനമാണ്. ഇതിന് ഇടപെടണം, ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കണം. ഇത് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ഭരണം നടത്തിയിട്ട് പോവുകയല്ല വേണ്ടി. കുട്ടികൾക്കും സാധാരണക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തീരുമാനമെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.